നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദനാൽ വിരചിതമായ ശ്രീമദ് നാരായണീയത്തിലെ അഷ്ടാംഗയോഗവും തൽസിദ്ധിപ്രകാരവുമെന്ന ചതുർത്ഥ ദശകത്തിലെ 14-ാമത്തെ ശ്ലോകം. തസ്യ ച ക്ഷിതിപയോ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതീഃ ദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മഗതയാ വിശൻ സുഖീ യാതിതേ പദമനാവൃതം വിഭോ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. തസ്യ ച. ഇനി അടുത്ത ശ്ലോകത്തിൻ്റെ മുക്കാൽ ഭാഗവും സമസ്തപദമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ഷിതിപയോ മഹോനിലദ്യോതമഹത് മഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മഗതയാ വിശൻ സുഖീ യാതി തേ പദം അനാവൃതം വിഭോ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ വിഭോ, യോഗി തസ്യ ച ക്ഷിതിപയ മഹോനിലദ്യോ മഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മഗതയാ വിശൻ സുഖീ തേ അനാവൃതം പദം യാതി. അടുത്തതായി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഇപ്രകാരമാണ് ആചാര്യൻ നമുക്ക് നൽകുന്നത്. അല്ലയോ വിഭോ, ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്വം, മൂലപ്രകൃതി എന്നിങ്ങനെ ബ്രഹ്മാണ്ടത്തിൻ്റെ 7 ആവരണങ്ങളിലും അതാതിൻ്റെ രൂപത്തിൽ പ്രവേശിക്കുന്ന അവൻ സർവസുഖങ്ങളോടും കൂടി ആവരണമില്ലാത്ത അങ്ങയുടെ പദം പ്രാപിക്കുന്നു എന്ന് അർത്ഥം. നമസ്തേ.